ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഏതായാലും ചപ്പാത്തിക്ക് കുഴച്ച ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇതുണ്ടല്ലോ, ഇതെല്ലാം കൂടെ കൂടി ഒരു കറി. നോക്കിയപ്പോൾ ഒന്നുമില്ല, ചെറുപയർ ഇരിപ്പുണ്ട്. പിന്നെ നോക്കിയപ്പം ഇത് പൊട്ടറ്റോ പൗഡറാണ് കേട്ടോ. പിന്നെ ഇനി ഞാൻ ഉള്ളി, ഇഞ്ചി, കരിവേപ്പില എല്ലാം കൂടെ തൊട്ടങ്ങ് മൂത്ത് പോയി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിനകത്ത് ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാൻ പോവാണ്. പിന്നെ മല്ലിപ്പൊടി ചേർത്തു, പെട്ടെന്ന് ഇളക്കി അതിനകത്തോട്ട് ഈ പയറങ്ങ് ഇടുകയാണ് കേട്ടോ. പിന്നെ പയറ് ഇച്ചിരൂടെ വേകാനുണ്ട്, ഞാനൊന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. പിന്നെ അതിലേക്ക് എന്താ ഞാനിതിൻ്റെ അതിലേക്ക് ഞാൻ ഇച്ചിരി പൊട്ടറ്റോ പൗഡർ ചേർക്കുകയാണ് ഒരു കൊഴുപ്പിന്. പിന്നെ ഇതും ചേർക്കാം കേട്ടോ. പിന്നെ ഇച്ചിരി കോൺഫ്ലവർ വേണമെങ്കിലും ചേർക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ചു. പിന്നെ എന്നിട്ട് ഇത് ഒന്ന് ഇച്ചിരി നേരം ഇരുന്നൊന്ന് വേകാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട്, ഇച്ചിരി നേരം വേകണം കേട്ടോ. സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇനി എന്താ ചേർക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതെവിടെ ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തേക്കാം. പിന്നെ അല്ല കളർ കിട്ടിയാലല്ലോ. പിന്നെ നേരത്തെ ചേർക്കേണ്ടിയായിരുന്നു കേട്ടോ, സാരമില്ല, കുറച്ച് മതി. അപ്പോൾ ഇത്രയായി. ഇതൊന്ന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി ഒന്ന് വെന്തൊന്ന് ഇതായിക്കോട്ടെ. അത് ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി പാലൊഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ പാൽ മതി. 2 ചപ്പാത്തിക്കുള്ള കറി മതിയല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം. ഇതുമായെങ്കിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കാൻ ഞാൻ മുമ്പേ ശ്രമിച്ചായിരുന്നു, അത് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നല്ല കറിയാണ് കേട്ടോ. അടുത്ത് ഞാനൊക്കെ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമാകും. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ചീനിച്ചട്ടിയിൽ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ഉണ്ടാക്കാറില്ല. ഇതിന്ന് നെയ്യ് ഉരുക്കിയതാണ്, അല്ല നെയ്യ് ഉണ്ടാക്കിയ പാത്രമാണ്, ബട്ടർ ഉരുക്കി. അപ്പോൾ അതിനകത്തോട്ട് അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിനകത്ത് അത് കഴിഞ്ഞ് ഞാൻ തിരക്കിൽ അങ്ങനെ എടുത്തെങ്കിലും പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചേർത്തെന്നറിയാം. കുരുമുളക് ചേർത്തു, ഉപ്പ് വരാത്ത ചേർത്തു, ഇച്ചിരി മസാല പൗഡർ ചേർത്തു. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് പാലും ഒഴിച്ച് വാങ്ങിയതാണ്. അപ്പം 2 ചപ്പാത്തിക്കെത്തും പറഞ്ഞ് വെച്ചാൽ ഇത് 4 ചപ്പാത്തിക്കുണ്ട്. അപ്പോൾ ഇതെടുത്ത് വെച്ചാൽ നാളെ ഒരു കറിയാകും കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കാത്തവർ ഒത്തിരി പേരുണ്ട്, ഫ്രിഡ്ജിൽ ഇങ്ങനെയുള്ളതൊന്നും വെക്കാത്തത്. എനിക്കതേ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്കി ഞാൻ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിരുന്ന നാളെ 2. ഇനി ചപ്പാത്തി എല്ലാവർക്കും അറിയാമല്ലോ, ചപ്പാത്തി തന്നെ ഉണ്ടാക്കി ഇതേ കുറച്ച് കൂട്ടി ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ അധികം കഴിക്കത്തില്ല. പിന്നെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി വിത്ത് ദിസ് കറി. ഇന്നത്തെ മതി ചോദിച്ചാൽ നിങ്ങളാരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറയരുതെന്ന് എന്നോട് ചില വ്യൂവേഴ്സ് പറഞ്ഞു. ആരും ഉണ്ടാക്കി ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെറുപയർ, പൊട്ടറ്റോ പൗഡർ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്ത് അവൈലബിൾ ആണോ അതും കൊണ്ട് ഞാൻ കുറച്ച് ആലോചിക്കും എന്തോ ഉണ്ടാക്കണമെന്ന്, എന്തൊക്കെ എൻ്റെ കൂടെ പിന്നെ ചേർക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നി, ഞാനിങ്ങനെ ഉണ്ടാക്കി. പിന്നെ അതിനകത്ത് പശുപാലിന് പകരം പാല് ചേർത്തു. ഇതെല്ലാം കൂടെ ചേരുവോ ചേരുകയില്ലയോ, ഇതൊക്കെ ചേരാത്ത ഫുഡാണോ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. എങ്കിലും എനിക്ക് ഇതുവരെ ഇങ്ങനെ ഫുഡ് കൊണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കൊണ്ട് എനിക്കൊരു ദോഷവും ഇന്ന് വരെ വന്നിട്ടില്ല. കർത്താവിൻ്റെ കൃപ കേട്ടോ. പിന്നെ എൻ്റെ ദൈവം ഇങ്ങനെ നടത്തുന്നു. ഓക്കെ, മുമ്പ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നില്ല. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കാണിക്കാൻ പറ്റുകയല്ലോ, ഷേപ്പൊന്നെങ്കിലും. പിന്നെ ഈ ചപ്പാത്തി ഞാൻ ശകയിൽ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. പിന്നെ കറി എടുത്ത് വെച്ചു. 2 ചപ്പാത്തി ഉണ്ട്. ഇന്ന് ഫ്രൂട്ട്സൊന്നും ഇല്ല. പിന്നെ ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഇത് ഞാനിന്ന് തിളപ്പിച്ച വെള്ളം 2 ഇതിനകത്ത് ഒഴിച്ച് വെച്ചതാണ്. പിന്നെ ഒന്ന് അത്യാവശ്യം ചൂട് വേണമെങ്കിൽ കുടിക്കാം. ഇന്നലെ ഞാൻ പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ചു. ഇന്ന് ഞാൻ മറന്നുപോയി പേര്, ഒരു മുള്ളുള്ള സാധനമായിട്ടല്ല, പിന്നെ ആയുർവേദ കടയിൽ കിട്ടുന്ന, മറന്നുപോയി. എന്തെങ്കിലുമായിട്ട് അതിട്ട് തിളപ്പിച്ചു. ദിവസവും ഞാൻ ഒന്ന് തന്നെ കുടിക്കുകയില്ല. അധികം ഞാൻ പ്ലെയിൻ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം വന്നെങ്കിൽ മാത്രമേ ഇത് കുറച്ച് നാരങ്ങ അച്ചാറിടാൻ വേണ്ടി അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചതാണ്.
പിന്നെ അത് ഇന്നത് ഇടണം. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഈ പണിയെല്ലാം കഴിഞ്ഞു. ഇത് ഞാൻ ഇച്ചിരി വെള്ളം ഇവിടെ വെച്ചേക്കും കേട്ടോ, അത്യാവശ്യം കിച്ചണിൽ ആവശ്യം വരുമ്പോൾ. ഇന്നലത്തെ മീൻ കറി അത് ഇന്നൊന്ന് തിളപ്പിച്ച് വെക്കും, അത് ഫ്രിഡ്ജിൽ വെക്കുകയല്ലോ കേട്ടോ. ഓക്കെ, സ്റ്റൗ എല്ലാം ഒന്ന് തുടച്ചു അത്യാവശ്യം. പിന്നെ ഇത് നോക്കിക്കേ, ഇന്നലെ ഞാനിത് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് കട്ടായിപ്പോയി. എനിക്ക് എന്തെങ്കിലും പാത്രം കഴുകാനുണ്ടോയെന്ന് നോക്കി, എല്ലാം കഴുകി വെച്ചു. പിന്നെ സമയം ഇപ്പം 8 ആയിട്ടില്ല കേട്ടോ. ഇന്ന് നേരത്തെ കഴിഞ്ഞു, കാരണം TV ന്യൂസ് വെച്ചുകൊണ്ടാണ് ഞാൻ അകമെല്ലാം അടിച്ചു. ഇന്നലെ ഒത്തിരി നന്നായിട്ട് അടിച്ചുകൊണ്ട് ഇന്ന് ശരിക്കും അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ചൊന്ന് അടിച്ച് മാറ്റി. പിന്നെ ഈ രീതിയൊക്കെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം. വലിയ ഫാമിലിയിലൊന്നും ഈ പരിപാടിയൊന്നും നടക്കുകയില്ല. അപ്പം ചെറിയ ഫാമിലിക്കാർക്കൊക്കെ ചെയ്യാവുന്നതാണ്. 1-2 ആളുകളുള്ളവർക്കൊക്കെ എൻ്റെ പിന്നെ ഇങ്ങനെ ചില ടിപ്പ് ഞാൻ ഇടയ്ക്ക് അങ്ങ് പറയുന്നതാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഞാൻ പാത്രമെല്ലാം കഴുകി ഇടോട്ട് വെച്ച്, ഇത് ഇത്രയും പാത്രം ഇന്നിപ്പം ഉപയോഗിച്ച പാത്രങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കഴുകി വെച്ച് കുറച്ച് കഴിയുമ്പോഴിതെല്ലാം എടുത്ത് പിന്നെ സ്റ്റാൻഡിൽ ഇതിലുമൊക്കെ ആയിട്ട് വെക്കും കേട്ടോ. പിന്നെ വെള്ളം പോയിട്ടേ വെക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെ ചെറിയ പിന്നെ വേറെ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചാലും മറന്നുപോയി കേട്ടോ. പിന്നെ ഇപ്പോഴും മുള്ളുള്ള സാധനത്തിൻ്റെ പേര് കിട്ടിയില്ല. നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യൂറിൻ പാനൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.